ഷിയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രയത്നമായിരുന്നു ബായ്ഫങ് മൗണ്ടൻ. അത് മുഴുവൻ സിമാജിയാവോ നശിപ്പിച്ചത്. നേരിട്ട് കണ്ടറിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവുന്നു. എങ്ങനെയെങ്കിലും അവനെ പിടികൂടി വീണ്ടും സീൽ ചെയ്യണമെന്ന് അയാൾ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പക്ഷേ അവനെ അന്വേഷിച്ച് പല വഴിക്ക് പോയിട്ടുള്ള ശിഷ്യന്മാരൊക്കെ തിരികെ എത്തി അവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം അറിയിക്കുന്നു. സിമാജിയാവോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നതിനാൽ അവൻ ദൂരേക്കൊന്നും പോകാൻ സാധ്യതയില്ല. വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞ് അവൻ അവരെ വീണ്ടും തിരിച്ചയക്കുന്നുണ്ട്. മയങ്ങി വീണ സിമാജിയാവോയെ തിങ്ങാൻ ഈ സമയം ആ ഇമ്മോർട്ടലിൻ്റെ സഹായത്തോടെ അവിടെ ഒരിടത്ത് കിടത്തുന്നുണ്ട്. അതിനുശേഷമാണ് അവളൊരു ഡീമണിക് കൾട്ടിവേറ്റർ ആണ് എന്നുള്ള കാര്യം ഇമ്മോർട്ടൽ പറഞ്ഞത്. സത്യത്തിൽ തിങ്ങാൻ അതിനെപ്പറ്റി അറിയാമായിരുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് തനിക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് അവൾ അറിയുന്നത്. അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ ആരെയും ദ്രോഹിക്കണമെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്കും അതറിയാം. എനിക്കൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തെപ്പറ്റി അറിയാൻ കഴിയും. നീ നല്ലവളാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ തയ്യാറായത് എന്ന് ഇമ്മോർട്ടൽ അവളെ അറിയിക്കുന്നു. സിമാജിയാവോ കുറെ കൂടി ചെറുപ്പമായിരുന്ന കാലത്താണ് അദ്ദേഹം അവനെ ആദ്യമായി കണ്ടത്. അന്ന് തന്നെ അവൻ ഒരുപാട് ആളുകളെ കൊല്ലും, ഈ കൾട്ടിവേഷൻ വേൾഡ് നശിപ്പിക്കും എന്നൊക്കെ മുൻകൂട്ടി കണ്ട് അവനെ അതിൽ നിന്നൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അവൻ്റെ കാലിൽ മന്ത്രശക്തിയുള്ള ഒരു മുത്ത് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തിങ്ങാൻ അവിടെ എത്തിയ സമയത്ത് അവൻ്റെ കാലിൽ അത് കണ്ടിരുന്നു. അവനത് ഓർണമെൻറ്റായി ധരിച്ചിരിക്കുകയാണെന്നാണ് അവൾ വിചാരിച്ചത്. ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അവൾക്ക് മനസ്സിലാവുന്നത്. സിമാജിയാവോ ആളുകളെ കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവനങ്ങനെ തെറ്റ് ചെയ്യാത്തവരെയൊന്നും കൊല്ലില്ല എന്ന് പറഞ്ഞ് തിങ്ങാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവനെ കൊല്ലാനുള്ള ടെൻഡൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇമ്മോർട്ടൽ അങ്ങനെ ഒരു മുത്ത് അവൻ്റെ കാലിൽ കെട്ടിക്കൊടുത്തത്. പക്ഷേ അത് അവൻ്റെ കാലിൽ നിന്ന് ഊരിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. തിങ്ങാനെ കൊണ്ട് ചിലപ്പോൾ അതിന് സാധിച്ചേക്കും. അവൾക്ക് അങ്ങനെ അത് ഊരിയെടുക്കാൻ സാധിച്ചാൽ ആ മുത്ത് ഉപയോഗിച്ച് ഇപ്പോൾ അവൻ്റെ ജീവൻ രക്ഷിക്കാം. അവൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഇവിടെ വെച്ച് മരിക്കുകയും ചെയ്യും എന്ന് ഇമ്മോർട്ടൽ അവളെ അറിയിക്കുന്നു. അവനെ രക്ഷിക്കാൻ മറ്റു വഴിയൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ തിങ്ങാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ്റെ കാലിൽ നിന്ന് അവൾ ആ മുത്ത് ഊരിയെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ അത് ഊരിയെടുക്കാൻ സാധിച്ചതിൻ്റെ അർത്ഥം സിമാജിയാവോയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുന്ന ഒരേ ഒരാൾ അവളാണ് എന്നാണ്. അവനെ തിന്മയുടെ പാതയിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ ഇനി മുതൽ അവൾ ശ്രമിക്കണമെന്ന് ഇമ്മോർട്ടൽ അവൾക്കൊരു ഓർഡർ പോലെ നിർദ്ദേശം നൽകുന്നുണ്ട്. അവൻ ഉണർന്നു കഴിയുമ്പോൾ ഈ ലോകത്ത് വേറെയും സ്പിരിറ്റ് ഫയർ ഉണ്ട്, അത് കണ്ടെത്തി ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സിമാജിയാവോയോട് പറയണം എന്നുകൂടി അദ്ദേഹം പറയുന്നു. തിങ്ങാൻ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കുന്നുണ്ടെങ്കിലും സിമാജിയാവോയോട് നീ ഇത്രയും പറഞ്ഞാൽ മതി, അവന് മനസ്സിലാവുമെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം തിങ്ങാൻ സിമാജിയാവോയെ നോക്കി അവൻ്റെ ജീവൻ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇമ്മോർട്ടൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവനെ രക്ഷിക്കാൻ നേരത്തെ ഇമ്മോർട്ടൽ പറഞ്ഞതുപോലെ ആ മുത്ത് അവൾ അവൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൻ്റെ കാലിൽ നിന്ന് ഊരി കഴിയുമ്പോൾ അത് മെഡിസിൻ ആവുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അവൾ അത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മുറിവുകളൊക്കെ തനിയെ സുഖപ്പെടുന്നുണ്ട്. അവൾ അവൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ബ്ലഡൊക്കെ തുടച്ചു കളഞ്ഞ ശേഷം അവൻ ഉണരുന്നതും കാത്ത് അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. പക്ഷേ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവൻ ഉണരാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. അങ്ങനെ അവൾ അവിടെ തന്നെ കിടന്ന് മയങ്ങിപ്പോകുന്നു. ഷീ രഹസ്യമായി പുതിയ സ്പിരിറ്റ് ഫയർ എവിടെയോ ഉണ്ടാക്കിയിരുന്നല്ലോ. പുതിയതായി രൂപം കൊണ്ട സ്പിരിറ്റ് ഫയറിനെ ശക്തിപ്പെടുത്താൻ നേരത്തെ ബായ്ഫങ് മൗണ്ടനിൽ തടവിലുണ്ടായിരുന്ന സിമാജിയാവോയുടെ വംശക്കാരെ ഉപയോഗിക്കാനായിരുന്നു ഷീയുടെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ അവരെല്ലാം മരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അയാളുടെ പ്ലാൻ ഫെയിലായിരിക്കുകയാണ്. ഈ വന്നിരിക്കുന്ന നഷ്ടം നികത്താൻ സിമാജിയാവോയെ പിടികൂടി അവൻ്റെ ബ്ലഡ് ഉപയോഗിക്കാനാണ് അയാളിനെ ഉദ്ദേശിക്കുന്നത്. അയാൾ അതിനെപ്പറ്റി പറയുകയാണ്. ഈ സമയത്തും അടുത്ത നിൽപ്പുണ്ടായിരുന്ന ഷെൻഷുവിൻ്റെ മനസ്സിൽ തിരികെ ആൻഷിയയുടെ അടുത്തേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ചിന്ത വരുന്നുണ്ട്. അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ ഷീക്ക് അത് മനസ്സിലാവുന്നു. ബാക്കി പല സെഡുകളുമായി കൂടി ആലോചിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഞാൻ തിരികെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഷെൻഷോട് നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഷീ അവനെ പിടിച്ച് നിർത്തുന്നുണ്ട്. ഈ സമയത്ത് അവൻ അവളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഞാൻ ഇന്ന് വരെ അച്ഛനോട് മറ്റൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ആൻഷിയോടൊപ്പം ജീവിക്കാൻ മാത്രം എന്നെ അനുവദിച്ചാൽ മതി എന്നൊക്കെ ഷെൻഷു പറഞ്ഞപ്പോൾ അവൾ കൊല്ലപ്പെട്ട വിവരം ഷീ അവനോട് പറയുന്നു. പക്ഷേ അവളെ കൊന്നത് താനാണെന്ന് പറയുന്നതിന് പകരം സിമാജിയോ ആണ് അങ്ങനെ ചെയ്തതെന്ന് അയാൾ പറയുന്നുണ്ട്. അതോടെ ഷെൻഷുവിനോ ഇത്രയും നാൾ സിമാജിയാവോയോട് ഉണ്ടായിരുന്ന പക ഒന്നുകൂടി കൂടുന്നു. സിമാജിയാവോയെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്നാണ് മുമ്പ് അച്ഛൻ ആൻഷിയയുടെ സോൾ ക്ലെൻസ് ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചത് അവൻ ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനായിരിക്കുമോ ആൻഷിയെ കൊന്നത് എന്നൊരു സംശയം അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവനത് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ മകൻ്റെ ആഗ്രഹം എനിക്കറിയില്ലേ, ഞാനതിനെതിരെ നിൽക്കുമോ, നീ എന്നെ വിശ്വസിക്കാതിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഷീ കുറേ ഷോ കാണിക്കുന്നുണ്ട്. ഷെൻഷുവിന് അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടി വരുന്നു. ഇനിയെങ്കിലും ഇങ്ങനെ പ്രണയത്തിലൊന്നും പെട്ടുപോവാതെ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിക്കാനും അദ്ദേഹം ഉപദേശിക്കുന്നു. തങ്ങളുടെ ലക്ഷ്യം സാധിച്ചു കഴിയുമ്പോൾ ആൻഷിയയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനായി താൻ തന്നെ സിമാജിയാവോയെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ഷെൻഷു പോയത്. തിങ്ങാൻ സിമാജിയാവോയുടെ അടുത്ത് കിടന്ന് മയങ്ങിപ്പോയിരുന്നല്ലോ. സിമാജിയാവോയുടെ ആ ലിറ്റിൽ ഫ്ലെയിമാണ് അവളെ വിളിച്ചുണർത്തിയത്.
തിങ്ങാൻ നേരത്തെ നൽകിയ മരുന്നുകൊണ്ട് അവൻ്റെ ശരീരം മാത്രമേ റിക്കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലാതെ അവൻ്റെ സോളിനെ റിക്കവർ ചെയ്യാൻ പറ്റുകയില്ല. ശത്രുക്കൾക്കൊപ്പം മരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ സിമാജിയാവോ മുമ്പ് തൻ്റെ സോളിനെ എരിച്ചു കളഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വലിയ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ സോൾ മാനർ ഇപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് പോയി അവൻ്റെ സോളിനെ കളക്ട് ചെയ്ത് ഒരുമിപ്പിച്ചാൽ മാത്രമേ അവനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് അവൻ്റെ സോൾ മാനറിനുള്ളിലേക്ക് കടക്കാൻ ആ ഫ്ലെയിം അവളെ നിർബന്ധിക്കുന്നു. സിമാജിയാവോ മരിക്കുകയാണെങ്കിൽ അവനോടൊപ്പം ഫ്ലെയിമിനും മരിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് അതിങ്ങനെ അവളോട് പറയുന്നത്. പക്ഷേ സിമാജിയാവോയുടെ കൾട്ടിവേഷൻ ലെവൽ വളരെ കൂടുതലാണല്ലോ. തിങ്ങാനാണെങ്കിൽ ഏറ്റവും താഴത്തെ ലെവലിൽ നിൽക്കുകയുമാണ്. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ സോൾ മാനറിലേക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അവൾ സംശയിക്കുന്നു. അവനെ നീ എന്ന് വെച്ചാൽ ഭ്രാന്താണ്, നിനക്കല്ലാതെ മറ്റാർക്കും അവിടേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞ ഫ്ലെയിം അവളെ നിർബന്ധിക്കുന്നുണ്ട്. പറഞ്ഞതൊന്നും തിങ്ങാൻ അത്ര വിശ്വാസം വരുന്നില്ല. പക്ഷേ അവനെ രക്ഷിക്കാൻ മറ്റു വഴിയൊന്നും മുന്നിലില്ലാത്തതിനാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. എങ്ങനെയാണ് അവൻ്റെ സോൾ മാനറിനുള്ളിലേക്ക് കടക്കേണ്ടതെന്നും ഫ്ലെയിം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഫ്ലെയിം പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തൻ്റെ നെറ്റി അവൻ്റെ നെറ്റിയിലേക്ക് മുട്ടിക്കുന്നു. അതോടെ അവൾക്ക് അവൻ്റെ സോൾ മാനറിനുള്ളിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് തീ തുപ്പുകയും മറ്റും ചെയ്യുന്നുണ്ട്. തിങ്ങാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അത് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. അവസാനം അവൾ അവിടെ നിന്ന് അവനെ വിളിക്കുന്നുണ്ട്. 2-3 തവണ വിളിച്ചപ്പോൾ തന്നെ വാതിൽ തുറക്കുന്നു. ഇത്ര സിമ്പിളായി അത് തുറക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ അവൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അകത്ത് അവിടെ ഇവിടെയൊക്കെ തീ ആഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീയുടെ ചൂട് കാരണം തിങ്ങാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിനുള്ളിൽ ചൂട് തിങ്ങാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിമാജിയാവോയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നു. അവൻ്റെ ഓർമ്മകൾ കുമിളകൾ പോലെ അതിലെല്ലാം ഒഴുകി നടക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവൻ്റെ സോൾ കോറിൽ നിന്നാണ് അങ്ങനെയുള്ള ഓർമ്മകൾ ഇങ്ങനെ ഇളകിപ്പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അത് മുഴുവനായി ഇങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ സിമാജിയാവോ ഉറപ്പായും മരിക്കും. എങ്ങനെ അത് തടയണമെന്നറിയാതെ അവൾ ആകെ വിഷമിക്കുന്നു. അതിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ നിന്നപ്പോൾ അവൾ തന്നെ മയങ്ങിപ്പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഈ സമയത്ത് അവളുടെ ശരിക്കുള്ള രൂപമായ ഫിഷ് ആ കോറിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് പുറത്ത് ശരിക്കുള്ള തിങ്ങാൻ സിമാജിയാവോയെ കിസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അവളിങ്ങനെ അവൻ്റെ സോൾ മാനറിൽ നിൽക്കുന്ന ആ സമയത്തോളം അത് കുറച്ച് ഡീപ്പായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സോൾ കോറിൻ്റെ അടുത്തേക്ക് സിമാജിയാവോ തിരികെ വരുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ, ഞാൻ ഇവിടെ നിൻ്റെ സോൾ മാനറിനുള്ളിൽ മരിക്കാൻ പോവുകയാണോ? എനിക്ക് നിൻ്റെ ഇമോഷൻസ് എല്ലാം ശരിക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആരാണെന്ന് ഞാൻ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ തിങ്ങാൻ പറയുന്നു. നീ മരിക്കേണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ നീ ഒരിക്കലും മരിക്കില്ലെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. തിങ്ങാനെ പിന്നെ ഒന്നും ഓർമ്മയില്ല. അവൾ സോൾ മാനറിന് പുറത്ത് കണ്ണുറക്കുമ്പോൾ അവൾ സിമാജിയാവോയുടെ ദേഹത്തേക്ക് കിടക്കുകയായിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സൊന്നുമില്ലാതെയാണ് കിടക്കുന്നത്. താനാണത് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി അവൻ ഉണരുമ്പോൾ കാര്യം പറഞ്ഞ് തന്നെ കൊല്ലുമോ എന്ന് അവൾ പേടിക്കുന്നുണ്ട്. അപ്പോഴാണ്, നിനക്കത് സാധിക്കുമെന്ന് ഞാൻ നിന്നോട് അന്നേരം പറഞ്ഞില്ലേ, നിന്റെ സോളിന് എന്തെങ്കിലും ഡാമേജ് പറ്റുമോ എന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ നീ സേഫായി തിരികെ എത്തിയിരിക്കുന്നു. മാത്രമല്ല നിനക്കിതുകൊണ്ട് കുറേ നേട്ടവും ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ ഫ്ലെയിം പറയുന്നുണ്ട്. തിങ്ങാനത് കേട്ടപ്പോൾ ദേഷ്യം വന്നു അവൾ അതിനോട് മിണ്ടായിരിക്കാൻ പറയുന്നു. എന്തായാലും സിമാജിയാവുമായി താൻ ഒരു ഡീപ്പ് റിലേഷനിലായിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ഉണർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവളെക്കുറിച്ച് ടെൻഷൻ അടുപ്പിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ കണ്ടീഷൻ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിരിക്കുന്നു. ഇതുപോലെ 3-4 തവണ കൂടി ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അവൻ ഉണരും എന്ന് ഫ്ലെയിം പറഞ്ഞത്. ഇനി വീണ്ടും ഇതേപോലെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടി ടെൻഷനാവുന്നു. അവൾ പുറത്തൊരിടത്ത് പോയിരുന്ന് ഇനി എന്ത് ചെയ്യണമെന്നതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ഫ്ലെയിം നേരത്തെ സിമാജിയാവോയ്ക്ക് അവളെന്ന് വെച്ചാൽ ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് ശരിക്കും അവനിനി തന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കുമോ, അതുകൊണ്ടായിരിക്കുമോ താൻ ചെന്ന് വിളിച്ചപ്പോൾ അവൻ്റെ സോൾ മാനറിൻ്റെ വാതിൽ തുറന്നത് എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ തോന്നൽ മാത്രമായിരിക്കുമോ എന്നോർത്തും അവൾ ടെൻഷനാവുന്നു. എന്തായാലും ശ്രമിച്ചു തുടങ്ങിയതല്ലേ, ഇപ്പോൾ അവനെ ഉണർത്തിയിട്ട് തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാമെന്ന് കരുതി അവൾ വീണ്ടും അവൻ്റെ സോൾ മാനറിലേക്ക് കയറുന്നു. ഇത്തവണ അവൻ അവളുടെ സോൾ മാനറിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതിനകം വളരെ മനോഹരമായിട്ടാണ് അവനെ കാണാൻ സാധിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തിങ്ങാൻ ഉണരുന്നു. അടുത്ത് കിടക്കുന്ന ആ സിമാജിയാവോയുടെ മുഖത്തേക്ക് അവൾ കൂടുതൽ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. കുറേ കാലമായി അവനെ കാണുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖം ഇന്നുവരെ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് അവൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ അവനെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത പേടിയായിരുന്നല്ലോ. അവൻ തന്നെ കൊല്ലുമോ എന്നുള്ള ഭയത്തോടെയായിരുന്നു ഓരോ നിമിഷവും അവൾ കഴിച്ചു കൂട്ടിയത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും അവൻ ഉണർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ കൊന്നേക്കുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ പോലും അത് അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നൊന്നുമില്ല. വളരെ റിലാക്സ് ചെയ്താണ് അവൾ അവൻ്റെ ഒപ്പം ഇങ്ങനെ കിടക്കുന്നത്. അവളങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവൻ കണ്ണു തുറക്കുന്നു. അവൻ ഉണർന്നു എന്ന് കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. പിന്നെയാണ് എങ്ങനെയാണ് രണ്ടുപേരും കൂടി കിടക്കുന്നതെന്ന് അവൾക്ക് ബോധം വരുന്നത്. അങ്ങനെ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. ഇതൊന്നും ഇപ്പോൾ വിശദമായി പറയാൻ പറ്റുന്നില്ല, പിന്നീട് കാര്യമായി പറഞ്ഞു തരാം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്.
3-4 തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്താൽ മാത്രമേ അവൻ ഉണരൂ എന്നാണല്ലോ ഫ്ലെയിം അവളോട് പറഞ്ഞത്. ഇതിപ്പോൾ 2ാമത്തെ തവണ ആയപ്പോഴേക്കും അവൻ ഉണർന്നിരിക്കുന്നു. അതിൻ്റെ പേരിൽ അവൾ മനസ്സിൽ ഫ്ലെയിമിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ മരുന്ന് ശരിക്കും വർക്കായി എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് മരുന്നല്ല ശരിക്കും വർക്ക് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടാഞ്ഞു വന്ന് അവളുടെ നെറ്റിയിലേക്ക് നെറ്റി മുട്ടിച്ചുകൊണ്ട് വീണ്ടും അവളുടെ സോൾ മാനറിലേക്ക് കയറുന്നു. ഇപ്പോൾ അവളുടെ സോൾ മാനറിലാണ് 2 പേരും കൂടി ഉള്ളത്. അവിടെ വെച്ച് അവൻ അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും 2 പേരും ഒരുമിച്ച് കഴിയുന്നുണ്ട്. റോളിംഗ് ഈ സമയം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ആ ബൈസൺ മൗണ്ടനിലെത്തിയിരുന്നു. അവിടെ കിടക്കുന്ന ചോരയുടെ അടയാളമൊക്കെ കണ്ട് അവൾ കാര്യങ്ങൾ ഏകദേശം ഊഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ യുവാനും വേറെ പാലസ് ഹെഡും കൂടി അതുവഴി വന്ന് അവൾ കണ്ടത്. അവർ കാണാതെ അവൾ ഒളിച്ചു നിൽക്കുന്നു. അവർ തമ്മിൽ സംസാരിച്ചതിൽ നിന്ന് സിമാജിയോവയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അവൻ അധികം ദൂരമൊന്നും പോകാൻ സാധ്യതയില്ല, ഇനി അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ റോളിങ്ങിന് മനസ്സിലാവുന്നു. എന്തായാലും തിങ്ങാനെ അപകടപ്പെടുത്തി ആ ഭാര്യയെ തകർക്കാൻ അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ സിമാജിയാവയെ കൊല്ലാൻ വേണ്ടി ഇപ്പോൾ തൻ്റെ സപ്പോർട്ട് നൽകാമെന്ന് അവൾ തീരുമാനിക്കുന്നു. ഇതുവരെ അക്കാര്യത്തിൽ അവൾ പാലസ് ഹെഡുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ അവൾ ആ തീരുമാനം മാറ്റുന്നുണ്ട്. സിമാജിയാവോ ഇപ്പോഴും തിങ്ങാൻ്റെ ഒപ്പം അവളുടെ സോൾ മാനറിൽ കൾട്ടിവേഷൻ നടത്തുകയാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തിങ്ങാൻ ഉണരുന്നു. സിമാജിയാവോയ്ക്ക് അപ്പോഴും അത് നിർത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും അവളെ അതിനായി അടുത്തേക്ക് പിടിക്കുന്നുണ്ടെങ്കിലും ഇനി എനിക്കിത് വയ്യെന്ന് പറഞ്ഞ് തിങ്ങാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. നിനക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഒന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അവൻ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിക്കാൻ വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും എനിക്കിഷ്ടമല്ല എന്ന് അവൾ പറയുന്നു. അല്ലെങ്കിൽ തന്നെ അവൻ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിക്കാതെ കൈ മാറ്റുന്നുണ്ട്. അതിന് കാരണം നേരത്തെ അങ്ങനെ സ്പെല്ല് പ്രയോഗിച്ചല്ലാതെ പരസ്പരം മനസ്സിലാക്കാൻ അവൾ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ അവൾ കരുതിയത് അവൻ്റെ ആരോഗ്യം വളരെ മോശമായതുകൊണ്ട് അവൻ ട്രൂത്ത് സ്പെല്ല് പോലും പ്രയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അതുകൊണ്ടല്ല, പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമമാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് പിന്നെയും ആകെ കൺഫ്യൂഷൻ ആവുന്നു. ഇനി ഫ്ലെയിം പറഞ്ഞതുപോലെ അവന് തന്നെ ശരിക്കും ഇഷ്ടമായിരിക്കുമോ എന്നും അവൾക്ക് സംശയമാവുന്നുണ്ട്. പക്ഷേ കൂടുതൽ സമയം അവിടെ ഇരിക്കാതെ അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. അവനും പിന്നാലെ ചെല്ലുന്നുണ്ട്. ഇത് ആ ഇമ്മോർട്ടൽ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇല്യൂഷനാണല്ലോ. ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഇത് നശിക്കും എന്നവൻ അവളോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇമ്മോർട്ടൽ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. വേറൊരു സ്പിരിറ്റ് ഫയർ കൂടി ഉണ്ട് എന്ന് അവനോട് പറയണമെന്ന് ഇമ്മോർട്ടൽ പറഞ്ഞേൽപ്പിച്ച കാര്യം അവൾ അവനെ അറിയിക്കുന്നു. മാസ്റ്റർ ഷീ ഉണ്ടാക്കിയ സ്പിരിറ്റ് ഫയർ നശിച്ചിട്ടില്ല എന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ബൈസൺ മൗണ്ടനിൽ അയാൾ താമസിപ്പിച്ചിരുന്ന അവൻ്റെ വംശക്കാരുടെ എല്ലാം ബ്ലഡ് ഉപയോഗിച്ച് ആ സ്പിരിറ്റ് ഫയർ അയാളുടെ ശരീരത്തിലേക്ക് തന്നെ മെർജ് ചെയ്ത് സിമാജിയാവോയെ പോലെ ശക്തനാവുകയായിരുന്നിരിക്കണം ഷീയുടെ ഉദ്ദേശം. ബൈസൺ മൗണ്ടൻ നശിപ്പിച്ചിട്ടും സ്പിരിറ്റ് ഫയർ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ അർത്ഥം അയാൾ മറ്റെവിടെയോ തൻ്റെ വംശത്തിലുള്ള ആരെയോ താമസിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതിന് എവിടെയാണെന്ന് കണ്ടെത്തണമെന്നൊക്കെ സിമാജിയാവോ അവളെ അറിയിക്കുന്നു. വളരെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവനിപ്പോൾ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ പ്രശ്നമാവില്ല എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവളോടൊന്നും ഒളിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അവൻ സമ്മതിക്കുന്നു. മാസ്റ്റർ ഷീയെ കൊല്ലാനായി തയ്യാറാക്കുന്ന പ്ലാനിനെ പറ്റിയും അവൻ അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ കണ്ടീഷൻ ഇപ്പോൾ കുറച്ച് മോശമായിട്ടിരിക്കുകയാണല്ലോ. ഈ അവസ്ഥയിൽ അവന് നിനക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം അവൾ സംശയിക്കുന്നു. ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ മറ്റാർക്കും എന്നെ കൊല്ലാൻ സാധിക്കില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട എന്ന് അവൻ പറയുന്നുണ്ട്. നേരത്തെ അവൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ അവന് ഇത്രയും മോശമായ കണ്ടീഷനിലെത്തിയത്. ഇപ്പോൾ അവന് അങ്ങനെ ആഗ്രഹമുണ്ടോ എന്ന് അവളപ്പോൾ ചോദിക്കുന്നു. നീ ഇത്ര കഷ്ടപ്പെട്ട് എന്നെ രക്ഷപ്പെടുത്തിയ സ്ഥിതിക്ക് ഞാൻ കുറച്ചു കാലം കൂടി ഉറപ്പായും ജീവിച്ചിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. അതോടെ അവൾക്ക് സന്തോഷമാവുന്നു. അവളെയും കൂട്ടി അവൻ ആ ഇല്യൂഷനിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്.